നമസ്കാരം. പേളി മണിയും മെറീന മൈക്കിൾ ഫിലിം ആക്ട്രസ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടു. കുറേ ചാനലുകളിലൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മെറീന മൈക്കിൾ 2 മാസം മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ഈ മെറീനയുടെ കരിയറിൽ ത്രൂ ഔട്ട് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വിഷമത്തെക്കുറിച്ചും സ്ട്രഗിളിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു ഇന്റർവ്യൂവിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വിഷമത്തെക്കുറിച്ചും മെറീന ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഞാൻ ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം. അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മളതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് 3ാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാണ്. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം എടുത്തും അവരും മെനക്കെടുവല്ലേ. അപ്പോൾ എന്റെ പേഴ്സണൽ കാര്യത്തിനെക്കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ വേറൊരു ആങ്കർ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ്. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അതൊരു തൊഴിൽ എന്താ പറയുക, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ. അപ്പം ഈ പറയുന്നതിന്റെ കൂട്ടത്തില് മെറീനെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ ഒരു ആങ്കറിന്റെ കാര്യം മെറീന പറയുന്നുണ്ട്. പക്ഷെ പേര് പറയുന്നില്ല. ആരാണ് ആ ആങ്കർ എന്നുള്ള പേരൊന്നും പറയുന്നില്ല. മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ കമന്റ് സെക്ഷനിൽ ഒരുപാട് ആൾക്കാർ അത് പേളി മണി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വേറൊരു ഇന്റർവ്യൂവിൽ മെറീനയോട് ആ ആങ്കർ ചോദിക്കുന്നുണ്ട്, അന്ന് പറയുന്ന ആ ഒരു വ്യക്തി പേളി മണി അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദിച്ച ചോദ്യത്തിന് ഈ പേളിമണി ആണ് എന്ന് പറയുന്നത് നിഷേധിക്കുന്നില്ല. പേളിമണി അല്ല എന്നോ ആണെന്നോ പറയുന്നില്ല. ഞാൻ ആ വ്യക്തിയുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കുണ്ടായ ആ ഒരു വിഷമം ആ വ്യക്തിയും കൂടി അറിയണം എന്നുള്ള കാരണം കൊണ്ടാണ് മറ്റേ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞത് എന്ന് മാത്രമാണ് മെറീന പറയുന്നത്. അപ്പൊ ഇതാണ് സെനേറിയോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് എല്ലാ ആൾക്കാരും പേളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പേളി മണിക്ക് എന്തൊരു അഹങ്കാരമാണ്, കാശും ഫെയിമും ഒക്കെ ആയപ്പോഴേക്കും പുള്ളിക്കാരി അങ്ങ് വലിയ ആളായെന്നുള്ള ഭാവമാണ്, അഹങ്കാരമാണ്. മെറീന കരിയറിൽ പുള്ളിക്കാരിയെക്കാട്ടിൽ താഴെ നിൽക്കുന്നത് കൊണ്ടാണോ ഇന്റർവ്യൂ ചെയ്യാത്തത്, അങ്ങനെ പേളിയെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും നാളും പേളിയെ തലയിലെടുത്ത് വെച്ചിരുന്ന പ്രേക്ഷകരും അങ്ങ് തിരിയുമല്ലോ. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു സ്വഭാവം. സത്യത്തില് ഈ സിറ്റുവേഷൻ വിലയിരുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മെറീനയ്ക്ക് വിഷമം വരും. മെറീന അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ, തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ഒരാൾ ഒഴിഞ്ഞു മാറി എന്ന് കേൾക്കുമ്പോൾ മെറീനയ്ക്ക് ഉറപ്പായിട്ടും വിഷമം വരും. പക്ഷേ പേളി ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇവിടെ പേളിയാണ് എന്ന് മെറീന എടുത്തു പറയുന്നില്ല. പക്ഷെ എല്ലാവരും പേളിയാണ് എന്ന് പറഞ്ഞാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേളി മണിയുടെ പേര് പറയുന്നത്. ഇവിടെ പേളി മണിയെ 1% പോലും കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല. പേളി ഈ മെറീനെ വിളിച്ചിരുത്തി മോശമായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ഇന്റർവ്യൂവിൽ മോശമായിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേളി മണിയെ നമുക്ക് കുറ്റപ്പെടുത്താം. പകരം പേളി ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. ഒരു വ്യക്തിക്ക് തനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള അവകാശമില്ലേ? നോ പറയാനുള്ള അവകാശമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പേളി ഒരു ആങ്കറാണ്. പേളിക്ക് താല്പര്യമില്ലാത്ത ഒരാളെ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ പേളിക്ക് പേഴ്സണലി മെറീനയോട് യാതൊരു രീതിയിലുള്ള വ്യക്തിവൈരാഗ്യമോ ദേഷ്യമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. പേളിക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി താല്പര്യമില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ റീസൺസ് കാണും. ചിലപ്പോൾ കരിയർ ഗ്രോത്ത് ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പേളി മണിയും മെറീനയും തമ്മിൽ കാണാൻ ഒരുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ആയിരിക്കാം. എന്ത് റീസൺ ആണെങ്കിലും പേളിക്ക് അവിടെ നോ പറയാനുള്ള അവകാശമുണ്ട്. ആ നോ പറഞ്ഞതിന്റെ പേരിൽ, അതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറി എന്നതിന്റെ പേരിൽ പേളിയെ കുറ്റപ്പെടുത്താനോ ഇവൾ അഹങ്കാരിയാണ് എന്ന് പറയാനോ ആർക്കും അവകാശമില്ല. എല്ലാ വ്യക്തിക്കും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്, പേഴ്സണൽ ആയിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഇവിടെ ഇതിനെ വലിയ ബൂസ്റ്റപ്പ് ചെയ്ത ആൾക്കാർ കാണിക്കുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഇതേപോലെയാണ്. നമുക്ക് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറും. ഇവിടെ തെറ്റുകാരെന്ന് പറയുന്നത് ആ ചാനലിന്റെ നടത്തിപ്പുകാരാണ്. 3 തവണ മെറീനെ വിളിച്ചത്. എല്ലാ കാര്യവും പറഞ്ഞ് സോൾവ് ചെയ്തിട്ട് കൺഫേം ആക്കിയിട്ട് മെറീനെ വിളിക്കാമായിരുന്നു. ഇപ്പൊ ആദ്യം ഒരു തവണ ചിലപ്പം മെറീനെ വിളിച്ചത് ഇന്റർവ്യൂ ചെയ്യാനായിരിക്കും. ആ സമയത്ത് പേളി മണിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കാണും. അതിനുശേഷം
പേളിയുടെ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ തന്നെ കൺഫേം ചെയ്തിട്ട് വേണമായിരുന്നു മെറീനെ വിളിച്ച് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വരാൻ. 3 തവണ വിളിച്ച് ക്യാൻസൽ ചെയ്തതും ചാനലുകാരാണ്. അതിൽ ചാനലുകാരുടെ തെറ്റാണ്. പക്ഷെ ഇവിടെ പേർളി മണിക്ക് യാതൊരു രീതിയിലുള്ള തെറ്റും പേർളി മണി ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാ ആൾക്കാരും വലിയ രീതിയിൽ പറയുന്നു അഹങ്കാരി. കുറച്ചൊക്കെ അഹങ്കാരം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, കുറച്ചൊക്കെ അഹങ്കാരം എല്ലാ മനുഷ്യർക്കും കാണിക്കാം, ഒരു വിഷയവുമില്ല. അത് സെൽഫിഷ്നെസ് അല്ല. നമ്മളുടെ എല്ലാ വ്യക്തികളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും സെൽഫിഷാണ്, എല്ലാ വ്യക്തികളും സെൽഫിഷാണ്. ഇപ്പം ഞാനാണെങ്കിൽ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, എനിക്ക് താല്പര്യമില്ലാത്ത സിറ്റുവേഷനിൽ ഞാൻ നോ പറയും. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഞാനായിരിക്കും. അപ്പം ഞാൻ അതിനകത്ത് നോ പറയും, ഒഴിഞ്ഞു മാറും. എന്നെ തെറ്റു പറയാൻ വേണ്ടി വരുന്നില്ല. ഇതേ സെനേറിയോ ആണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ പേളിയെ കുറ്റപ്പെടുത്തുന്നവർ ആദ്യം മനസ്സിലാക്കുക, നമ്മളാണെങ്കിലും ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇതേപോലെ ആയിരിക്കും പെരുമാറുന്നത്. പേളി ഡയറക്റ്റ് ആയിട്ട് മെറീനയുടെ മുമ്പിൽ അല്ലെങ്കിൽ മെറീനയുടെ മുഖത്തടിച്ചതുപോലെ അല്ല സംസാരിച്ചത്, ചാനലിന്റെ നടത്തിപ്പുകാരോടാണ് സംസാരിച്ചത്. അപ്പൊ ആ കാര്യം മെറീന കേക്ക് മെറീനയുടെ ചെവിയിൽ പറഞ്ഞതിന്റെ ഉത്തരവാദികളും ചാനലുകാരാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. കാരണം അവരുടെ ഒരു ആങ്കറാണ്, അവരുടെ ഒരു ആങ്കർ അങ്ങനെ ചെയ്തപ്പോൾ അത് മെറീനയുടെ ചെവിയിൽ എത്തിക്കുന്ന രീതിയിൽ സംസാരിക്കാനും പാടില്ലായിരുന്നു. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് ഉണ്ട്, താല്പര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ചെന്ന് കുറ്റപ്പെടുത്തി വലിയ ബൂസ്റ്റപ്പ് ചെയ്ത് പേളി അഹങ്കാരിയാണ്, നെഗറ്റിവിറ്റിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരോട് എല്ലാ വ്യക്തികളും ഇങ്ങനെ തന്നെയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക.